ബേബി ടൂത്ത് വന്നു തുടങ്ങുന്നതേ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായയിൽ ടൂത്ത് വന്നു തുടങ്ങുന്നത് കാണുന്നത്. പക്ഷേ നിങ്ങൾക്കറിയോ, അത് നിങ്ങളുടെ കുഞ്ഞ് വയറിലാവുമ്പോൾ തന്നെ ഈ ടൂത്ത് ഫോം ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പം തന്നെ റെഡി ആയിട്ട് ഇരിക്കുക. ടൂത്ത് ഇനാമൽ, അതായത് ടൂത്തിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ ആയ ഇനാമൽ ആണ് ദാറ്റ്സ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ എൻറ്റയർ ബോഡി. അതെ, നിങ്ങളുടെ എല്ലിനേക്കാളും ഒക്കെ സ്ട്രോങ്ങസ്റ്റ് ആയ സാധനമാണ് ഇനാമൽ എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ എർത്തിലെ സെക്കൻഡ് ഹാർഡസ്റ്റ് സാധനമാണ് ഈ ഇനാമൽ. ഈ ഇനാമൽ എന്ന് പറയുന്നതേ ആള് ഭയങ്കര ടഫാണെന്നേ ഉള്ളൂ, പക്ഷേ അവാസ്കുലാർ ആണ്. പറഞ്ഞാൽ എന്താ, നെർവ് സപ്ലൈ ഇല്ല, ബ്ലഡ് സപ്ലൈ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയോ, പൊട്ടിപ്പോയാലോ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്നാലേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ. അതെ, നമ്മുടെ ബോഡിയിൽ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഏക വസ്തുവാണ് ഈ ഇനാമൽ എന്ന് പറയുന്നത്. നമ്മുടെ വായയിലേ 32 പല്ലുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. പാൽപ്പല്ല് 20 എണ്ണം, കടൽ ടൂത്ത് ആവുമ്പോൾ 32 എണ്ണം ഉണ്ടാവും. അതാണോ ഏറ്റവും കൂടുതൽ പല്ല് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, അതിലേറെ പല്ലുള്ള ഒരുപാട് ആനിമൽസ് ഈ ലോകത്തുണ്ട്. ഹോസസ് ഇല്ലേ, ഹോസസിന് 44 ടീത്ത് ഉണ്ട്. ക്രോക്കഡൈൽസിന് ഒരു 60 അല്ലെങ്കിൽ 80 ടൂത്ത് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഷാർക്ക് ഇല്ലേ, ഷാർക്കിന് 3000 പല്ലുണ്ട് അത്ര. എന്നാൽ ഏറ്റവും ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് പല്ലുള്ള, അതായത് ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാന്ന് നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് യുണീക്ക് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. അതേപോലെ യുണീക്കായ സാധനമാണ് നമ്മുടെ ലിപ് പ്രിന്റ്സ് അല്ലെങ്കിൽ ടങ് പ്രിന്റ്സ്. അതേപോലെ തന്നെ നോ ടു ഹ്യൂമൻസ് ഹാവ് ദ സെയിം പോലെ ടൂത്തും ഉണ്ടാവില്ല. അതെ, ഇതൊക്കെ അത്രയും യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതേപോലെ തന്നെ ടഫസ്റ്റ് സാധനമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ല എയർക്രാഫ്റ്റ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നാൽ ഈ ഫിംഗർ പ്രിന്റ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ടൂത്തും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ തേർഡ് മോളാർ ഇല്ലേ, അതായത് ലാസ്റ്റ് വരുന്ന പല്ല്, അതിന് വിസ്ഡം ടൂത്ത് എന്ന് വിളിക്കുന്നത് എനിക്കറിയോ? വരുന്നത് ഒരു 17 to 25 ആണ്. അപ്പോൾ ആ ഏജ് ആകുമ്പോഴേക്കും നമുക്ക് വിസ്ഡം വരും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര അതിനെ വിസ്ഡം ടൂത്ത് എന്ന് വിളിക്കുന്നത്. നമ്മുടെ വായയിലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരെക്കാളും നമ്പർ ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞാലോ. അതെ, ഒരു 50 to 100 ബില്യൺ ഓർഗാനിസത്തിന്റെ ഹോം സ്വീറ്റ് ഹോം ആണ് നമ്മുടെ ഓറൽ കാവിറ്റി. ഇനി പറയാൻ പോകുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ലോകത്ത് ഗ്ലോബൽ ഡിസീസ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ എടുത്തൊരു കണക്ക് പ്രകാരം ഈ ലോകത്ത് ഏറ്റവും സ്കൂൾ അവേഴ്സ് പോകുന്നത്, അതായത് ഒരു 51 മില്യൺ സ്കൂൾ അവേഴ്സ് ഒക്കെ പോകുന്നത് ടൂത്ത് ഏക്ക് കാരണമാണ് അത്ര. അതായത് പനിയും തലവേദനയും ഒന്നും കാരണമല്ല, ടൂത്ത് ഏക്ക് കാരണമാണ് കുട്ടികളുടെ ഏറ്റവും സ്കൂൾ അവേഴ്സ് മിസ്സാവുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ലോകത്തുള്ള ഏറ്റവും കോമണസ്റ്റ് ഡിസീസും ടൂത്ത് ഏക്ക് ആണ് എന്നാണ് പറയുന്നത്. ഇനി ഇതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഫൺ ഫാക്ട്സ് പല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് ഇട്ടോളൂ.